കാലമാടന്റെ പെണ്ണ്. രചന നിലാവിന്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. സാർ, പേടിയോടെ സൈമണും കൂട്ടരും ദേവരാജനെ വിളിച്ചു. ആ, എന്തായി? അവളെ കിട്ടിയോ? ദേവരാജൻ അവരെ കണ്ടതും വിടർന്ന കണ്ണുകളോടെ ചോദിച്ചു. ഞങ്ങൾക്ക് അവിടെ പിടിക്കാൻ പറ്റിയില്ല സാർ. പന്ന നായിൻ്റെ മക്കളെ, പറഞ്ഞ പണി ചെയ്യാൻ പറ്റില്ലെങ്കിൽ നീയൊക്കെ എന്തിനാടാ ഞാൻ തരുന്ന ക്യാഷ് ഒരു ഉറപ്പില്ലാതെ വാങ്ങിയത്? സാറെ ക്ഷമിക്ക്, കുറച്ച് ദൂരം ഞങ്ങൾ അവളെ പിന്നാലെ ചെന്നതാ. അവളെ കിട്ടിയെന്ന് തന്നെയാണ് വിചാരിച്ച്. പക്ഷെ പെട്ടെന്ന് അവളെ രക്ഷപ്പെട്ടത്. ശ്രീ ശരത്തിന്റെ മുന്നിലെത്തിയതും അവൻ്റെ കൂടെ പോയതുമെല്ലാം അയാളോട് പറഞ്ഞു കൊടുത്തു അവർ. അല്ല, ആ പാവം നിങ്ങളെ കണ്ടോ? ദേവരാജൻ തെല്ലൊരു പേടിയോടെ ചോദിച്ചു. കണ്ടിരിക്കാൻ സാധ്യതയുണ്ട് സർ. ഛേ, ഒരു കാര്യം മര്യാദക്ക് ചെയ്യാൻ പോലും അറിയില്ല നിങ്ങൾക്ക്. അവൻ നിങ്ങളെ കണ്ട സ്ഥിതിക്ക് ഇനിയൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. സമയമാകുമ്പോൾ അവൾ എൻ്റെ കയ്യിലെത്തിക്കോളും. നിങ്ങളിപ്പോൾ ചെല്ലാൻ നോക്ക്. ബാക്കി പൈസ ഞാൻ പറഞ്ഞ ജോലി ചെയ്ത് തീർത്തിട്ട് തരാം. ദേവരാജൻ പറഞ്ഞത് കേട്ട് തലകുലുക്കിക്കൊണ്ട് അവരവിടുന്ന് പോയി. നീ എവിടെ പോയി കിടക്കുമായിരുന്നു? അവർ പോയതും അങ്ങോട്ട് വന്ന് അശോകനെ നോക്കി തെല്ലൊരു ഈർഷ്യയോടെ ചോദിച്ചു. ഞാൻ ആ മൂർത്തി വിളിച്ചപ്പോൾ പോയതാ. അങ്ങേക്ക് ഇനിയും പെണ്ണ് വേണമെന്ന് സാറിന് അറിയാലോ. മുൻപത്തെ പോലെ അത്ര ഈസി ആയിട്ട് ആ കനാലിൽ നിന്ന് പെൺകുട്ടികളെ കടത്താൻ പറ്റില്ല. പോലീസിന് എന്തെങ്കിലും സംശയം കിട്ടിയിട്ടുണ്ട്. അതൊന്നും ആ മൂർത്തിയോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങേരെ പിണക്കിയ കോടികളാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. കൂടാതെ ഇതുവരെ ചെയ്തതൊക്കെ വെച്ച് അങ്ങേരെ നമ്മളെ പൂട്ടും. അതിനു മുമ്പ് ഏതിനെങ്കിലും പിടിച്ച് കൊടുക്ക്. നമ്മളിത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ബിസിനസ് അല്ലല്ലോ. പിന്നെ മുൻപത്തെ പോലെ ആരാരുമില്ലാത്ത പെൺപിള്ളേരെ നോക്കിയാൽ മതി. അതാകുമ്പോൾ അവരവിടെ നിന്ന് കടത്തിയാലും ഒരു പട്ടി പോലും ചോദിക്കാൻ പാടില്ല. ആ, നോക്കട്ടെ സർ. ഏതായാലും ഒരാഴ്ച സമയം ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ ആ കനാലത്തിൽ നിന്ന് പോയി നോക്കട്ടെ. ആരെങ്കിലും കിട്ടാതിരിക്കില്ല. സൂക്ഷിച്ച് വേണം. മുൻപത്തെ പോലെ ആർക്കും ഒരു സംശയം തോന്നാൻ പാടില്ല. ശരി സർ. അതും പറഞ്ഞ് അശോകൻ പോയതും ദേവരാജൻ കയ്യിലുള്ള മധ്യ ഗ്ലാസ് ദേഷ്യത്തിൽ തറയിലേക്ക് എറിഞ്ഞു പൊട്ടിച്ചു. കോളേജ് വിട്ടത് ശ്രീയും ഷീതുവും മറ്റുള്ളവരും കൂടി നഗരത്തിലെ പ്രമുഖമായ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. നിങ്ങളിവിടെ ഇരിക്കും, ഞാൻ ഒന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം. പിന്നെ വായി നോക്കിയിരിക്കാതെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓർഡർ കൊടുത്തോ. അത് പറഞ്ഞ് ശ്രീ കയ്യിലെ ബാഗ് ഷീതുവിനെ ഏൽപ്പിച്ചുകൊണ്ട് വാഷ്റൂം ലക്ഷ്യം വെച്ച് നടന്നു. ശ്രീ, പിന്നിൽ നിന്നും പരിചിതമായ ശബ്ദം കേട്ടതും തിരിഞ്ഞു നോക്കിയ ശ്രീ കാണുന്നത് തന്നെ നോക്കി പുഞ്ചിരിയോടെ തനിക്കരികിലേക്ക് നടന്നു വരുന്ന ശാവിനിയാണ്. എന്താണ് നിനക്കൊരു മൈൻഡ് ഇല്ലാത്തേ? പോ, എന്നോട് മിണ്ടണ്ട. നിനക്കിപ്പോൾ എന്നൊന്നും വേണ്ടല്ലോ. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ട് എത്ര ദിവസമായിന്നാ. നീ എന്നൊന്ന് വിളിച്ചോ? അതൊക്കെ പോട്ടെ, ഞാനൊന്ന് വിളിച്ചാലോ കിട്ടത്തുമില്ല. സോറി, ഞാൻ മനപ്പുറം വിളിക്കാത്തതോ നിന്നെ മറന്നതോല്ല. നീ പോയ ദേഷ്യം നിന്നെ കെട്ടിയോനെ എനിക്കിട്ട് പണിതാ തീർത്തത്. എന്തോന്നാ? ശിവേട്ടൻ എന്നെ പിടിച്ച് ശിവേട്ടൻ്റെ ഓഫീസിൽ ജോലിക്ക് കയറ്റിയടി. ഇപ്പോൾ ഒന്നിനും നേരല്ല. എങ്ങനെ നടന്ന ഞാനായിരുന്നു അറിയോ? അതേതായാലും നന്നായി. ഡേയ്, നിനക്ക് കണ്ണിച്ചോറില്ലാതായോ? ആ, അതൊക്കെ വിട്. എന്നിട്ട് നീ എന്താ ഇവിടെ? ആ, ഞാൻ ഓഫീസിൽ നിന്ന് മടുത്തപ്പോൾ പുതിയ പ്രൊജക്റ്റിന് വേണ്ടിയുള്ള ഫ്ലോട്ട് നോക്കാൻ ഇറങ്ങിയതാ. അല്ല, നീ എന്താ ഇവിടെ? ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ വന്നതാ. ആട്ടെ, എന്നിട്ട് എങ്ങനെയുണ്ട് നിന്റെ പുതിയ ഓഫീസ് ജീവിതം? സത്യം പറയാലോ, പരമ ബോറാണ്. പിന്നെ ഷാദിക്കുള്ളതുകൊണ്ട് പിടിച്ചു നിൽക്കുന്നത്. പിന്നെ നിന്റെ കെട്ടിയൊരു പി എ ഉണ്ട്. ആ ഓഫീസും ഏട്ടനും അവളുടേതാണെന്നാ അവളുടെ വിചാരം. അവളോ? അതാരാടാ? അതൊരു പുട്ടിഭൂതാണടി. എനിക്ക് ആദ്യമേ കണ്ണു നേരം കണ്ടുകൂടാ. അവളുടെ ഉദ്ദേശം ശരിയല്ല. ഏട്ടനാണെങ്കിൽ അവളെ വലിയ വിശ്വാസമാണ്. പോട്ടെ സൈമ, വിട്ട് കള. നിനക്ക് ഇപ്പോഴൊരു മാറ്റമല്ലടി പോത്തെ. ശ്രീ വലിയ ഗമയിൽ മൂവിയുടെ ഓടിക്കുന്നത് കേട്ട് ശ്യാമു പറഞ്ഞു. അല്ല, നീ എന്തടി താലി സുന്ദരം തൊടാത്തേ? ശ്യാം ശ്രീയെ അടിപൊളി നോക്കി സംശയത്തോടെ ചോദിച്ചു. ആ, അത് പിന്നെ കോളേജിൽ ആർക്കും അറിയില്ല എൻ്റെ കല്യാണം കഴിഞ്ഞ കാര്യം. അതൊന്നും നീ ആരോട് പറയാത്തേ? അതിൻ്റെ ആവശ്യമൊന്നും തോന്നിയില്ല. പിന്നെ ഇവിടെ ശ്യാം ബാക്കി പറയും മുമ്പേ അവൻ്റെ ഫോൺ റിങ് ചെയ്തിരുന്നു. ശ്രീ, ശാദികയാണ്, ഞാൻ പോവാ. താഴെ എന്നെ ചെയ്തിരിക്കുകയാണെന്ന്. ഓക്കെ, നീ പൊക്കോ, പിന്നെ കാണാം. എന്നെ ശരിയടി ബുദ്ധൂസേ. ശ്യാം പോയതും ശ്രീ നേരെ വാഷ്റൂമിലേക്ക് പോയി ശ്രീദേവിൻ്റെ അടുത്തേക്ക് പോയിരുന്നു. നീ എന്താടി വാഷ്റൂം ഉണ്ടാക്കാൻ പോയതാണോ? എത്ര നേരമായിട്ട് പോയിട്ട്? ശ്രീ വന്നതും ഷീതു കലിപ്പിൽ ചോദിച്ചു. ശ്രീ അതിനൊന്ന് ചിരിച്ചു. പിന്നെ വീട്ടിൽ ഫുഡ് കൊണ്ടുവന്നതും എല്ലാവരും കഴിക്കാൻ തുടങ്ങി. ഡി ശ്രീ, അങ്ങോട്ട് നോക്കടി, ഒരു അടിപൊളി ചിരക്ക്. എവിടെ? അഞ്ജു പറയുന്നത് കേട്ട് ശ്രീ ഭക്ഷണത്തിൽ നിന്ന് തലയുയർത്തി ചുറ്റും നോക്കി ആകാംക്ഷയോടെ ചോദിച്ചു. ദേണ്ടേ അവിടെ. അയ്യോ, എനിക്ക് മുഖം കാണാൻ പറ്റുന്നില്ല.
ചേട്ടാ എന്നെ ഒന്ന് നോക്ക്, അല്ലെങ്കിൽ ആ മുഖം ഒന്ന് ചെരിക്ക്, ഞാൻ ഒന്ന് കണ്ടോട്ടെ. ചങ്കര പിന്നെയും തെങ്ങുമ്പോൾ തന്നെയാണെന്ന് പറയും പോലെയാണല്ലോ ശ്രീ നിന്റെ കാര്യം. ശ്രീ തിരിഞ്ഞിരിക്കുന്ന ആളുടെ മുഖം കാണാൻ വേണ്ടി കഷ്ടപ്പെടുന്നത് കണ്ട് ഷീതു പറഞ്ഞു, നീ പൊടി, ഇതൊരു കലയാ, നീ പുച്ചിക്കൊന്നും വേണ്ട, നീ ഇതുപോലൊക്കെ തന്നെയല്ലേ. അതിന് ഞാൻ നിന്റെ മാതിരി മിങ്കിളല്ലോ, സിംഗിളല്ലേ. ആരുടെ പറഞ്ഞ് ഞാൻ മിങ്കിളാണെന്ന്? അങ്ങോട്ട് മാറ്റി നിന്റെ ഈ ഓലക്ക തല, ഞാൻ ആ മുതലൊന്ന് കണ്ടോട്ടെ. നിന്നെയൊക്കെ വായനോട്ടം പഠിപ്പിച്ച് തന്നത് ഈ ഞാനാണെന്ന് ഓർക്കണം, അതുകൊണ്ട് ആശ ഫാസ്റ്റ്. ശ്രീ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞതും അയാളൊന്ന് തിരിഞ്ഞു നോക്കിയതും ആ മുഖം കണ്ട് ശ്രീയുടെ തലയിലുള്ള കിളികൾ മൊത്തം കൂടുക്കെടുത്ത് പറക്കാൻ തുടങ്ങി. ഷീതുവാണെങ്കിൽ ശ്രീയുടെ അവസ്ഥ കണ്ട് കരയണോ ചിരിക്കണോ എന്ന് അറിയാതിരുന്നു. എടി ശ്രീ നോക്കടി, എന്ത് ലുക്കാടി അങ്ങനെ കാണാൻ. മേരി പറഞ്ഞത് മറ്റുള്ളവരും അത് ഏറ്റുപിടിച്ചു. എടി ശ്രീയെ, നിന്റെയൊക്കെ ശിഷ്യന്മാരുടെ കണ്ണ് ആശാന്റെ മുതലിലാണല്ലോ. ഷീതു കളിയാക്കി ചിരിച്ചുകൊണ്ട് ശ്രീയോട് പറഞ്ഞതും ശ്രീ ദേഷ്യത്തിൽ കണ്ണുരുട്ടി. എടി ഇങ്ങനെ മറ്റേ എസ് എൻ ഗ്രൂപ്പിന്റെ MD ആണ്, പേര്. അഞ്ചു എന്തോ ഓർത്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ഈ സമയം മറ്റുള്ളവരാണെങ്കിൽ അയാളെ നോക്കി വെള്ളം ഇറങ്ങുന്ന തിരക്കിലായിരുന്നു. നീ ഇതെന്തൊക്കെയാ പറയുന്നേ? ഷീതു അഞ്ചു പറയുന്നത് കേട്ട് സംശയത്തോടെ ചോദിച്ചു. അതേടി, ഇങ്ങനെ എനിക്കറിയാം. എൻ്റെ ചേച്ചി കുറച്ചു കാലം അവിടെ ഓഫീസിൽ വർക്ക് ചെയ്തിരുന്നു. ആള് വലിയ ചൂടനാണെന്നാ പറഞ്ഞേ. എത്ര ചൂടനായാലും കാണാൻ ചുള്ളനാണ്. ചുള്ളനല്ല, കുള്ളനാ. ശ്രീ അവർ പറയുന്നത് കേട്ട് ദേഷ്യത്തിൽ മുന്നിലിരിക്കുന്ന ശിവയെ നോക്കി പറഞ്ഞു. എന്നാൽ എൻ്റെ ശിവനെ, ഈ കാലമാണായിരുന്നു ഞാൻ ഇത്രയും നേരം വായി നോക്കിയിരുന്നത്. നിനക്കറിയോ അങ്ങേരെ? ഏയ്, എനിക്കെങ്ങനെ അറിയാനാ? ഞാൻ ഇയാളതിന് മുമ്പ് കണ്ടിട്ട് പോലുമില്ല. ശ്രീ പറയുന്നത് കേട്ടതും ഷീതു അത്ഭുതത്തോടെ അവളെ നോക്കി. ഇതുപോലൊരു വേൾഡ് നമ്പർ 1 ബിസിനസ്മാൻ അറിയില്ലെന്ന് പറഞ്ഞ കഷ്ടം കേട്ടോ. അഞ്ചു ശ്രീയെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. പിന്നെ വേൾഡ് നമ്പർ 1 ബിസിനസ്മാൻ ഇങ്ങേരോ? തള്ളാതെ കഴിച്ച് എണീറ്റ് പൊടി. സത്യടി പറഞ്ഞേ, നീ വാരികൊന്നും വായിക്കാറില്ലേ? ആ ബെസ്റ്റ്. എൻ്റെ അഞ്ചു, നീ വല്ല കളിക്കുടിയിലെയും പാലനമേലെയും കാര്യം ചോദിക്ക്, അതേ ഇവള് വായിക്കാറുള്ളൂ. ഷീതു ശ്രീയെ നോക്കി ചിരിയോടെ പറഞ്ഞു. ഡി, ഇതിനൊക്കെ ഫുഡ് വിളി അങ്ങനെ വായി നോക്കിയിരിക്കാതെ കഴിച്ച് എണീറ്റ് പോടി, ഇല്ലേ നീയൊക്കെ ബില്ലടക്കേണ്ടി വരും. ശ്രീ അവർ വീണ്ടും ശിവനെ പോക്കി പറയുന്നത് കേട്ടതും ദേഷ്യത്തിൽ പറഞ്ഞു. നീ എന്തിനാണ് ഈ പാവങ്ങളോട് ചൂടാവുന്നേ? അവർക്ക് അറിയില്ലല്ലോ അതിനെ കെട്ടിയവനാണെന്ന്. ഷീതു പതിയെ ശ്രീയുടെ ചെവിയിൽ പറഞ്ഞു. ഞാൻ അവരോട് മാത്രമല്ല നിന്നോട് കൂടിയാ പറഞ്ഞേ. അതും പറഞ്ഞ് ശ്രീ ശിവയെ നോക്കി. അപ്പോഴാണ് അവൾ അവൻ്റെ അടുത്തിരിക്കുന്ന പെണ്ണിനെ ശ്രദ്ധിച്ചത്. ഇത് അന്ന് കണ്ട ആ പെണ്ണല്ലേ, ഇവളെന്താ ഇങ്ങയുടെ കൂടെ? ശ്രീ ശിവയുടെ അടുത്തിരിക്കുന്ന മെർലിനെ കണ്ട് നെറ്റിച്ചു വിളിച്ചു. ഇനി ശ്യാം പറഞ്ഞ പെണ്ണ് ഇവളാകുമോ? അല്ല, ഇവരെന്തായിരിക്കും ഇവിടെ? ആ എന്തായാലും എനിക്കിപ്പോൾ എന്താ, ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. ഇടയ്ക്ക് തിരിഞ്ഞു നോക്കിയ സ്ത്രീയെ കണ്ടതും ഇരുവരും പരസ്പരം നോക്കി പൂജിച്ച് മുഖം തിരിച്ചു. എത്രയൊക്കെ നിയന്ത്രിച്ചിട്ട് സ്ത്രീയുടെ കണ്ണുകൾ അനുസരണയില്ലാതെ ശിവയെ തേടിപ്പോയി. ശിവയോട് ചേർന്നിരിക്കുന്ന മെർലിനെ കണ്ടതും സ്ത്രീക്ക് എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നി. നീ ഇത് എങ്ങോട്ടാ? ഭക്ഷണം മുഴുവൻ കഴിക്കാതെ എഴുന്നേറ്റ് പോകുന്ന സ്ത്രീയെ നോക്കി ഷീത് ചോദിച്ചു. എനിക്ക് മതി. ശിവയെ നോക്കി അത്രയും പറഞ്ഞ് സ്ത്രീ വാഷ്റൂമിലേക്ക് പോയി. നിങ്ങൾ കഴിച്ചോ? എനിക്കും മതിയായി. മറ്റുള്ളവരോട് അതും പറഞ്ഞ് ഷീത് കഴിക്കുന്നിടത്ത് സ്ത്രീയുടെ പിറകെ പോയി. അങ്ങനെ അവളുടെ കൂടെ ഇരിക്കുന്നത് എനിക്ക് നിന്നെ ദേഷ്യം. നീ ഇത്ര സില്ലിയായി പോയത് ശ്രീ. അങ്ങനെ നിന്റെ ആരുമല്ല, ഒന്നും നിന്നെ ബാധിക്കുന്നുമില്ല. ശ്രീ കൈക്കുമ്പിളിൽ നിറയുന്ന വെള്ളം മുഖത്തേക്ക് ഒഴിച്ചുകൊണ്ടിരുന്നു. ശ്രീ എന്തേ? ശ്രീ ഷീതുവിന്റെ വിളി കേട്ടതും തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു. നീ എന്തിനാ എണീറ്റ് പോന്നേ? വിശപ്പില്ലാഞ്ഞിട്ട്? ആണോ? ഇങ്ങോട്ട് വരുമ്പോൾ നിനക്ക് ആനയെ പിടിച്ച് നിന്നുള്ള വിശപ്പുണ്ടായിരുന്നല്ലോ. ആ അത് പിന്നെ നീ നിന്ന് ബെബ്ബെ അടിക്കണ്ട. എനിക്ക് മനസ്സിലായി, ശിവേട്ടൻ്റെ കൂടെ പെണ്ണിനെ കണ്ടിട്ട് ഇഷ്ടപ്പെടാതെയല്ലേ നീ ഇങ്ങോട്ട് പോകുന്നത്. എന്താ മോളെ, സ്പാർക്ക് അടിച്ചു തുടങ്ങിയോ? ഷീതു, നീ ഒന്ന് നിർത്തുന്നുണ്ടോ? എനിക്ക് അങ്ങനെയുടെ ഒരു കുന്തമല്ല. അങ്ങനെ ആരുടെ കൂടെ പോലും എനിക്കൊരു കുഴപ്പമില്ല. അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. എനിക്ക് എൻ്റെ വഴി, അങ്ങേർക്ക് അങ്ങയുടെ വഴി. അത് ഞങ്ങൾ എന്നെ തീരുമാനിച്ചതാ. അത്രയും പറഞ്ഞ് ശ്രീ അവിടുന്ന് പോയി. ബില്ല് പേ ചെയ്തിറങ്ങാൻ നേരമാണ് ശ്രീ തന്നെ നോക്കി നിൽക്കുന്ന മെർലിനെ കണ്ടത്. ആ നിമിഷം അവളുടെ കണ്ണിലെ ഭാവം എന്താണെന്ന് ശ്രീക്ക് മനസ്സിലായിരുന്നില്ല. മെർലിനെ നോക്കി ചിരിച്ചെന്ന് മത്തി ശ്രീ ഷീതുവിനെ കയ്യും പിടിച്ച് പുറത്തേക്ക് നടന്നു. ആ നിമിഷം അവളുടെ കണ്ണുകൾ അവനായി ചുറ്റും പരതിയെങ്കിലും നിരാശയായിരുന്നു ഫലം. ശിവയെ കാണാത്ത നിരാശയോടെ തൻ്റെ കയ്യും പിടിച്ച് നടക്കുന്ന സ്ത്രീയെ കണ്ടതും ഷീതുവിന് ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഓ, അപ്പൊ ഇഷ്ടമൊക്കെ ഉണ്ടല്ലേ? പിന്നെ എന്തിനാ ശ്രീമോളെ വെറുതെ ബിൽഡപ്പിട്ട് നടക്കുന്നത്? ശ്രീയുടെ വാടിയ മുഖം കണ്ട് ഷീതു ഊറി ചിരിച്ചുകൊണ്ട് ഉള്ളിൽ പറഞ്ഞു. ഡാ ശിവ, നീ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ശരത്ത് ക്ലാസ്സിലേക്ക് വെള്ളം പകർന്നുകൊണ്ട് അടുത്തിരിക്കുന്ന ശിവയെ നോക്കി ചോദിച്ചു. ആ ശിവ ശരത്തിന്റെ ചോദ്യം കേട്ടതും മനസ്സമായി മൂടി. പിന്നെ നീ എന്താടാ ഒന്നും മിണ്ടാത്തെ?
ശ്രീമോള് ഇനിയും അവിടെ നിർത്തണ്ട, ഇങ്ങോട്ട് കൊണ്ടുവന്നൂടെ? എന്തിന്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അവൾ അവിടെ നിൽക്കുന്നത് തന്നെയാ സേഫ്. അച്ഛൻ ചോദിച്ചതും ശിവ തെല്ല് ദേഷ്യത്തിൽ പറഞ്ഞു. എനിക്ക് തോന്നുന്നില്ല അവളവിടെ സേഫാണെന്ന്. ഇപ്പം അയാളുടെ കണ്ണ് അവൾക്ക് പിറകിയാ. അതുകൊണ്ട് അവളെ കൊണ്ടുവന്നേ പറ്റൂ. ഇനിയും അവളുടെ ജീവൻ വെച്ചൊരു പരീക്ഷണം വേണ്ട. ശരത്ത് പറഞ്ഞു നിർത്തിയതും ശിവ അവൻ അവസാനം പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാകാതെ നെറ്റി ചുളിച്ച് നോക്കി. ചേട്ടൻ അവസാനം എന്താ ഉദ്ദേശിച്ച്? ശിവയുടെ ചോദ്യം കേട്ടത് 3 പേരൊന്ന് പതറി. അത് പിന്നെ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതാർക്ക് സഹിക്കാൻ കഴിയില്ലെന്ന ഏട്ടൻ ഉദ്ദേശിച്ചേ അല്ലേട്ടാ? ശ്യാം വേഗം ഇടയ്ക്ക് കയറി പറഞ്ഞതും ശരത്തും അത് ഏറ്റുപിടിച്ചു. ഏതായാലും കുറച്ച് ദിവസം കൂടി അവളോട് നിൽക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. ശിവ താല്പര്യമില്ലാത്ത രീതിയിൽ പറഞ്ഞു. നീ എന്തെവിടെ തീരുമാനിച്ചോ, അവസാനം നീ കാരണം അവൾക്കൊന്നും സംഭവിക്കാതിരുന്നാൽ മതി. അത്രയും പറഞ്ഞ് കയ്യിലുള്ള ഗ്ലാസ്സിലെ മദ്യം ഒറ്റയടിക്ക് ഇറക്കി അച്ഛൻ അവിടുന്ന് എഴുന്നേറ്റ് പോയി. ശ്യാമേ മതി, വാ പോകാം. നിങ്ങളോടും കൂടിയാ, പോയി കിടക്കാൻ നോക്ക്. അച്ഛൻ പോയിക്കോ, ഞങ്ങൾ വന്നോളാം. ശിവേട്ടാ എന്താടാ? ഏട്ടനെ പുഴയിൽ ശ്രീയെ മിസ് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ടോ? ശ്യാം ശിവയിൽ നിന്നും ഒരു കയ്യകലം ഇരുന്ന് കൊണ്ട് ചോദിച്ചു. ഇല്ല. കള്ളം പറയണ്ട ശിവ, നിന്നെ എനിക്കറിയില്ലേ. ഒന്നുമില്ലേലും ഞാനൊരു പോലീസുകാരനാണ്. അതിന് ഞാൻ സത്യം പറഞ്ഞേ, എനിക്കവളെ മിസ് ചെയ്തിട്ടില്ല. അത് നിനക്ക് എൻ്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റൂ. ശരത്തിൻ്റെ ചോദ്യം കേട്ടതും ശിവ ഒന്ന് പതറി, പിന്നൊന്നും പറയാതിരുന്നു. എന്താടാ നിനക്ക് ഉത്തരല്ലേ? ഇങ്ങോട്ട് നോക്കണേ കള്ള ശിവേട്ടാ. ഒന്ന് പോകുന്നുണ്ടോ രണ്ടും? ഓരോരോ ഊള ചോദ്യമായിട്ട് ഇറങ്ങിക്കോളും. എനിക്ക് അവളുടെ കണ്ണെടുത്ത കലിയാ. ശിവ കയ്യിലെ ഗ്ലാസ് നിലത്തേക്ക് എറിഞ്ഞൊടിച്ച് കലിപ്പിൽ പറഞ്ഞു. ശിവ കലിപ്പായത് ശ്യാം ആ നിമിഷം തന്നെ അവിടുന്ന് ഇറങ്ങി ഓടിയിരുന്നു. നീ ചൂടാവാതെടാ, ഞാൻ പോകുന്നതാണ്. എന്നൊന്ന് പൊക്കൂടെ? പോകാം. പിന്നെ നീ ഒന്നെങ്കിലും ശ്രീയോടെല്ലാം പറയണം, അല്ലെങ്കിൽ നാളെ തന്നെ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരണം. രണ്ടും സാധ്യല്ല. ഞാനൊന്നും അവളോട് പറയില്ല. ഞാൻ എന്തിനതെല്ലാം അവളോട് പറയണം? ശിവ, നീ നിന്റെ വാശികളാ, എന്നിട്ട് ഞാൻ പറയുന്നത് കേൾക്ക്. മധുവിനെ പോലെ അവളെയും നഷ്ടപ്പെടുമ്പോഴേ നീ പഠിക്കൂ. ശരത്ത് ദേഷ്യത്തിൽ പറഞ്ഞു. പിന്നീടാണ് അവൻ എന്താ പറഞ്ഞതെന്ന് ഓർമ്മ വന്നത്. ശിവയുടെ മുഖം കണ്ടതും അവനൊന്നും പറയേണ്ടില്ലെന്ന് തോന്നിപ്പോയി. ഏട്ടൻ പറഞ്ഞത് ശരിയാ. ഞാൻ കാരണം എല്ലാവർക്കും മധുവിനെ നഷ്ടമായത്. ഞാൻ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അവളൊന്നും എൻ്റെ കൂടെ ഉണ്ടാകുമായിരുന്നു, അല്ലേട്ടാ? അത് പറയുമ്പോൾ ശിവയുടെ ശബ്ദം ഇടറിയിരുന്നു. എടാ, ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എനിക്കെല്ലാം മനസ്സിലാവും കേട്ടാ. ഏട്ടൻ പേടിക്കും പോലെ ശ്രീക്കൊരിക്കലും മധുവിൻ്റെ അവസ്ഥ വരില്ല. അതിനെന്ത് വേണമെന്ന് എനിക്ക് നല്ല പോലെ അറിയാം. ശിവ എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ പറഞ്ഞു. എടാ ശിവ, ഏട്ടനൊന്നുകൊണ്ട് പേടിക്കണ്ട. പോയി കിടന്നുറങ്ങാൻ നോക്ക്. എന്നെ വിശ്വാസമല്ലേ? നീ എന്താന്ന് വെച്ചാൽ ചെയ്യ്. അതും പറഞ്ഞ് ശരത്ത് പോയതും ശിവ പുഞ്ചിരിയോട് അവിടെ ടെറസിലേക്ക് മലർന്ന് കിടന്നു. ഞാൻ കാരണം ഇനിയൊരു പെൺകുട്ടി കൂടി ദുരിതം അനുഭവിക്കണ്ടല്ലേ മധു? ഞാനെടുത്തേ തീരുമാനം നീയും ശരിവെക്കുന്നില്ലേ? ശിവ ആകാശത്തെ നക്ഷത്രത്തെ നോക്കി മൊഴിഞ്ഞ് അവിടെ തന്നെ കിടന്നു. അപ്പോഴും ആ നക്ഷത്രം അവനെ നോക്കി കണ്ണ് ചിമ്മുന്നുണ്ടായിരുന്നു.